സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി രാവിലെ ഐസ് ബാത്ത് ചെയ്യാറുണ്ട് കേട്ടോ. ഫേസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സിലിക്കോണിൻ്റെ, അത് മീഷോ എന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മീഷോയിൽ ഇർഫാന ഷറഫ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ഏകദേശം 9 മണിയാവാറായിട്ടുണ്ട്. മോൻ ഉറങ്ങുകയാണ്. ആൾ ഉണർന്നിട്ട് വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സ്കൂളിൽ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. കുറച്ച് ശംഖുപുഷ്പം പറിക്കുന്നുണ്ട്, മക്കൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മ അവിടെ അരിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പയറാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഇതൾ മാത്രം വെള്ളത്തിലേക്ക് ഇടുകയാണ്. അതുകൊണ്ടൊപ്പം തന്നെ കരിഞ്ചീരകവും ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു ടേസ്റ്റ് എല്ലാവർക്കും പറ്റണമെന്നില്ല. വലിയ ടേസ്റ്റ് ചേഞ്ചൊന്നുമില്ല. പക്ഷേ എങ്കിലും ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ അതും കൂടെ ഇടുന്നത്. ലാസ്റ്റ് ഇതൊരു നീല കളറ് വെള്ളമാവും കേട്ടോ. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ഹെൽത്തിന് ഒരുപാട് നല്ലതും കൂടിയാണ് കേട്ടോ. വീട്ടിൽ ഒന്നുണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ സ്നാക്സ് റെഡിയാക്കുകയാണ്. സ്നാക്സ് ആപ്പിളും ആണ് കേട്ടോ കൊടുക്കാൻ നിൽക്കുന്നത്. മോന് രാവിലെ തന്നെ എണീറ്റിട്ട് അടുത്ത വീട്ടിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളുമായിട്ട് അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ പല്ല് തേക്കുന്നത് ഷിമ്മർ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ 4 വർഷമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഷിമ്മറാണ് കേട്ടോ. ബസ്സിൽ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് മക്കൾ ആ ഒരു ഭാഗത്തു നിന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ലൈൻ ബസ് മുന്നിലൂടെ പോകുന്നുണ്ട്. മോന് പോകുന്നത് സ്കൂൾ ബസ്സിനാണ് കേട്ടോ. ഇക്കാക്കൻ്റെ ബെൽറ്റുമേൽ ഒരു കറങ്ങുന്നൊരു സാധനം ഉണ്ട്. അതിനെ എന്താ പറയുകയെന്നൊന്നും അറിയില്ല. അത് എടുക്കാൻ കഴിയുമെന്ന് നോക്കുന്ന തിരക്കിലാണ്. അപ്പോഴേക്കും ബസ് വന്ന് ബസ്സിൽ കയറ്റി വിട്ട് എന്താവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഹാപ്പിയാണ്. ആൾ ഇത്രയും വളർന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര പ്രൗഡാണ്. അവനെ ബസ്സിലേക്ക് ആക്കി കൊടുത്ത് വീണ്ടും വീട്ടിലേക്ക് പോയിട്ട് ബാക്കി പണികളും കൂടെ തീർക്കാനുള്ള ആ ഒരു തന്ത്രപ്പാടെന്നൊക്കെ പറയില്ലേ, അതിലായിരുന്നു കേട്ടോ. ഏകദേശം പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കി ഇനി അങ്ങനത്തെ പണികളും കൂടെ ബാക്കിയുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞതോട് കൂടെ നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നേ. ആ ഒരു വീഡിയോസൊക്കെ എടുത്ത് ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ. ഏകദേശം വീഡിയോസ് എടുക്കുന്നതോട് കൂടെ തന്നെ സമയം ഏറെക്കുറെ കഴിയും കേട്ടോ. ഇങ്ങനെ റിവ്യൂ കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോസ് എടുക്കാനുണ്ടാവും. അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ എല്ലാ ദിവസവും മെയിനായിട്ട് ഉണ്ടാവാറുള്ളത്. അതെല്ലാം തന്നെ ഇർഫാന ഷറഫ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിലാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്.